പത്തനംതിട്ട ജില്ല ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുമോ എന്ന ചോദ്യമാണ് ഇത്തവണ CPM ക്യാമ്പുകളിലും UDF ക്യാമ്പുകളിലും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് വൈകാരികമായി ഏറെ ബന്ധമുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ, അവിടെ നടക്കുന്ന അരാജകത്വങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. ഇത് BJPക്ക് ഗുണകരമാകുമോ എന്നുള്ള ചിന്തയിലാണ് നിലവിൽ CPM-ഉം UDF. പൊതുവെ CPM-നും UDF-നും പല ഭാഗങ്ങളിലായി പത്തനംതിട്ടയിൽ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ BJP ഇപ്പോൾ അവിടെ വളർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ റഡാറിലുള്ളൊരു മണ്ഡലം കൂടെയാണ് പത്തനംതിട്ട എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലോക്സഭാ മണ്ഡലത്തിൽ K. സുരേന്ദ്രന് വേണ്ടി അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറന്നിറങ്ങി പ്രചാരണം നടത്തിയത് ആരും മറക്കാൻ ഇടയില്ല. പത്തനംതിട്ട ജില്ലയിലെ ചാർജ് ഇപ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. അടിത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിലൂടെ അനൂപ് ആന്റണി വലിയ വെല്ലുവിളിയാണ് അവിടെ UDF-ന് പല ഭാഗങ്ങളിലും നൽകുന്നത് എന്ന് UDF ക്യാമ്പുകളിൽ തന്നെ വലിയ സംസാരമുണ്ട്. ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ ലോക്സഭയിലും നിയമസഭയിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച BJP തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നേറാനുള്ള ശ്രമത്തിലാണ് എന്നാണ് അന്തർധാരയിൽ CPM അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറച്ച തീരുമാനവുമായി പത്തനംതിട്ടക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. അതായത് പത്തനംതിട്ട ജില്ലക്കാർ കൺമുന്നിൽ കാണുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊളയും ശബരിമലയിലെ ഇപ്പോൾ നടക്കുന്ന വലിയ രീതിയിലുള്ള അരാജകത്വവും ചർച്ചയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള CPM-ൻ്റെയും UDF-ൻ്റെയും ചങ്കിടിപ്പിക്കുന്നത്. ചോദിക്കാതെ തന്നെ ശബരിമല വോട്ടർമാർ BJPക്ക് വോട്ട് കുത്തുന്നതിൻ്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് CPM-ൻ്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്ന് പറയുന്നത്. പോരാത്തതിന് അവിടെ CPM-ൻ്റെ തമ്മിൽ തല്ല് അത് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, അതായത് പാർട്ടിയിൽ നിന്ന് തെരുവിലേക്ക് നീളുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി പല ഭാഗത്തും മാറുന്നുണ്ട് എന്നുള്ളതും BJPക്ക് വലിയ പിന്തുണ നൽകുന്ന ഒരു വിഷയമാണ്. പോരാത്തതിന് ചുവന്ന മണ്ണായിരുന്ന പത്തനംതിട്ടയിൽ സഖാക്കൾ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നതും വലിയൊരു വിഷയമായി അവിടെ CPM ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്തായാലും റാന്നി, അടൂർ, തിരുവല്ല മണ്ണ് ഉഴുതുമറിക്കാനായി അനൂപ് ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങോട്ടേക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിട്ടിരിക്കുന്നത് വെറുതെയല്ല എന്ന് CPM-നും UDF-നും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അനൂപ് ആന്റണി രംഗത്തിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മോദി നേരിട്ട് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ K. സുരേന്ദ്രനെ അവിടെ 13.36% വോട്ടാണ് ഉയർത്താനായി സാധിച്ചത്. ഇത് ചില്ലറയൊന്നുമല്ല അവിടെയുള്ള മറ്റ് പാർട്ടികളുടെ ചങ്കിടിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്രത്തിൻ്റെ ലിസ്റ്റിലുള്ള ഈ മണ്ഡലം പക്ഷേ മാധ്യമങ്ങളുടെ റഡാറിൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. BJPയുടെ നിശബ്ദമായൊരു വളർച്ചയാണ് പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് തിരുവനന്തപുരവും തൃശ്ശൂരും കഴിഞ്ഞാൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം എന്ന് പറയുന്നതും പത്തനംതിട്ടയാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ 53 ഗ്രാമപഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും BJPയുടെ ശക്തമായിട്ടുള്ള റഡാറിലുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ ചുവന്ന മണ്ണ് കാവി പുതയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗത്തും ഉയർന്നു വരുന്നത്. എന്തായാലും 2019 K. സുരേന്ദ്രൻ പത്തനംതിട്ട മത്സരിക്കുമ്പോൾ, അതായത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ 13.50% വോട്ടാണ് അവിടെ പത്തനംതിട്ടയിൽ BJPക്ക് ലഭിച്ചത്. അതായത് 2,97,396 വോട്ട് K. സുരേന്ദ്രൻ അവിടെ സമാഹരിച്ചു. അതായത് ഈ 2,97,396 പേർക്കും BJPക്ക് വോട്ട് കുത്താൻ യാതൊരുവിധ മടിയുമില്ല എന്ന് തെളിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് 2014 MT രമേശാണ് ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ മത്സരിച്ചത്. 1,38,956 വോട്ടാണ് MT രമേശ് അവിടെ സമാഹരിച്ചത്. ഒറ്റയടിക്ക് ഈ വോട്ട് അതിൻ്റെ ഇരട്ടിയായി മാറി എന്നുള്ളതാണ് CPM-നെ അന്ന് വല്ലാതെ വിഷമിപ്പിച്ച കാര്യം. MT രമേശ് മത്സരിച്ചപ്പോഴും 8.89% വോട്ട് ഷെയർ ഉയർത്താനായി MT രമേശിന് സാധിച്ചു. അതായത് ഗ്രാജ്വലി BJPക്ക് വേണ്ടി വളർന്നു വരുന്ന ഒരു മണ്ഡലമായി പത്തനംതിട്ട മണ്ഡലം മാറിക്കഴിഞ്ഞു.
കഴിഞ്ഞു. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJP ഒരുങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 53 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 1, 4 മുനിസിപ്പാലിറ്റികളാണ് പത്തനംതിട്ടയിൽ പ്രധാനമായും ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ മുനിസിപ്പാലിറ്റികളിൽ പന്തളം മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ്. ഈ 4 മുനിസിപ്പാലിറ്റികളിൽ ഒരു മുനിസിപ്പാലിറ്റി BJP ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. ഇനി അടൂർ മുനിസിപ്പാലിറ്റിയും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും തിരുവല്ല മുനിസിപ്പാലിറ്റിയുമാണ് BJPയുടെ മുന്നിലുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് 22 മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ 53 ഗ്രാമപഞ്ചായത്തുകളിൽ പല ഗ്രാമപഞ്ചായത്തുകളും കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് BJPക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 53 ഗ്രാമപഞ്ചായത്തുകളിലെ പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലും BJPക്ക് ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഈ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഇത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നാണ് BJP നിലവിൽ വിചാരിക്കുന്നത്. 22 ഗ്രാമപഞ്ചായത്തുകളാണ് BJP പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും എത്ര സീറ്റിന് കൂടും എന്ന് മാത്രമാണ് നിലവിൽ BJP ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് നിരവധി വാർഡ് അംഗങ്ങൾ അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാർഡ് അംഗങ്ങൾ നിരവധി കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് എന്നുള്ളതാണ്. ഇതുപോലെ ധാരാളം ഗ്രാമപഞ്ചായത്തുകൾ പത്തനംതിട്ടയിലുണ്ട്. ഇതെല്ലാം പിടിക്കാനായി ഇത്തവണ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് അനൂപ് ആന്റണി എന്ന് പറയുന്ന BJP നിയോഗിച്ച യുവാവ്. അനൂപ് ആന്റണിയുടെ പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ BJPക്ക് വളരെയധികം തൃപ്തി കൊടുക്കുന്നതാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു റിപ്പോർട്ടും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണ പത്തനംതിട്ടയിൽ ചുവന്ന മണ്ണ് കാവി പുതപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJPയും. അതിന് സഹായകരമായിട്ടുള്ള രീതിയിൽ ശബരിമല വിഷയത്തിലെ പല കാര്യങ്ങളും അവിടെ പത്തനംതിട്ട ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള N വാസുവിൻ്റെ അറസ്റ്റ്, മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്, ഇപ്പോഴിതാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയുടെ അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൈകാരിക കേന്ദ്രമായിട്ടുള്ള ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രത്തെ തകർക്കാനായി CPM അവിടെ നടത്തുന്ന പല അനാചാരങ്ങളും അല്ലെങ്കിൽ പല അനാർക്കിസവും ഇതിന് കുടപിടിക്കുന്ന UDF, ഈ രണ്ടുപേരെയും കണ്ട് പത്തനംതിട്ട ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത്തവണ ഒരു അട്ടിമറി വിജയത്തിനാണ് BJP അവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ജില്ല തന്നെയാണ് പത്തനംതിട്ട ജില്ല. അവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.